നമസ്കാരം. തൊടുപുഴയിൽ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് കല്യാണം കഴിക്കാൻ സഹായം ചെയ്തു കൊടുത്തതുപോലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഒരു നിർധന കുടുംബത്തിൽ നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത്. അവിടെയുള്ള PFI നേതാവാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും. സവാദിന്റെ വിവാഹ രജിസ്റ്റർ രേഖകൾ വരെ വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് വിവാഹ രജിസ്റ്ററിൽ നൽകിയിരിക്കുന്നത് ഷാജഹാൻ എന്ന പേര് തന്നെയാണ്. പിതാവിന്റെ പേര് നൽകിയതും വ്യാജമാണ്. 2016 ഫെബ്രുവരി 27-നാണ് സവാദ് മഞ്ചേശ്വരം ഉദ്യാവർ 1000 ജുമാ മസ്ജിദിൽ വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഇതിൽ നൽകിയിരിക്കുന്ന പേരും ഷാജഹാൻ എന്ന, വിലാസം PP ഹൗസ്, കുന്നുംകൈ, ചിറക്കൽ, കണ്ണൂർ എന്നാണ്. വിവാഹ രജിസ്റ്ററിൽ പിതാവിന്റെ യഥാർത്ഥ പേരായ മീരാൻകുട്ടിക്ക് പകരം നൽകിയത് KP ഉമ്മർ എന്നാണ്. സവാദിന്റെ രേഖകൾ പരിശോധിക്കാതെയാണ് ഉദ്യാവർ 1000 ജുമാ മസ്ജിദിൽ നിന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തത്. പള്ളിക്ക് കീഴിൽ താമസിക്കുന്ന വധുവിന്റെ രേഖകൾ പരിശോധിച്ചിരുന്നുവെന്നും അക്കാലത്ത് വിശദമായ രേഖകൾ പരിശോധിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നുമാണ് പള്ളി കമ്മിറ്റിയുടെ വിശദീകരണം. വിവാഹ സമയത്ത് നൽകിയ പേര് വ്യാജമാണെങ്കിലും മൂത്ത കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നൽകിയത് യഥാർത്ഥ പേരാണ്. മംഗൽപാടി പഞ്ചായത്ത് നൽകിയ ജനന സർട്ടിഫിക്കറ്റിൽ MM സവാദ് എന്നാണ് രേഖപ്പെടുത്തിയത്. NIA ഉദ്യോഗസ്ഥർക്ക് സവാദിനെ പിടികൂടാൻ സഹായമായത് ഈ ജനന സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു. സവാദിന്റെ ഭാര്യയെയും വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചവരെയും പോലീസും ചോദ്യം ചെയ്യും. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി NIA ചോദ്യം ചെയ്യും മുമ്പ് തന്നെ സഹായികളെയും പോലീസ് ചോദ്യം ചെയ്യും. 2010 ജൂലൈ 4-ന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ ടി.ജെ. ജോസഫ് പ്രതികരിച്ചു. 2011-ലാണ് കേസ് NIA ഏറ്റെടുത്തത്. എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി സവാദിനു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഇനാം 10 ലക്ഷമാക്കി ഉയർത്തി തിരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഒളിവിൽ കഴിയാൻ സഹായം പലരുടെയും ലഭിച്ചിട്ടുണ്ടെന്നാണ് NIA സംഘം വിശ്വസിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് മംഗളൂരുവിനടുത്ത ആരാധനാ കേന്ദ്രത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത്. അനാഥരാണെന്നും ഷാജഹാൻ എന്നാണ് പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നുമാണ് അന്ന് പറഞ്ഞത്. തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നാണ് 10 മക്കളുടെ പിതാവായ ഓട്ടോ ഡ്രൈവർ മകളുമായുള്ള കല്യാണം നടത്തിയത്. ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം കഴിച്ചതും. തന്നെ തിരിച്ചറിയാതിരിക്കാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയും മഞ്ചേശ്വരത്തെ മേൽവിലാസവുമാണ് സവാദ് നൽകിയിരുന്നത്. അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഭാര്യയ്ക്ക് ഇയാളുടെ യഥാർത്ഥ പേരോ കൈവെട്ട് കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ലെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി. കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയില്ലായിരുന്നു. മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രഥമാധ്യാപകനോടാണ് യഥാർത്ഥ പേര് പറയുന്നത്. 2 പേരുണ്ടെന്നും ഷാജഹാൻ എന്നത് വീട്ടിലെ പേരാണെന്നും സവാദ് യഥാർത്ഥ പേരാണെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലീസ് ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സിം കാർഡുകൾ മാറ്റിയും സ്ഥലങ്ങൾ മാറിയുമാണ് എറണാകുളം ഓടക്കാലിയിലെ ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും സവാദ് ബന്ധപ്പെട്ടതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കൈവെട്ട് കേസ് പ്രതിയെന്ന് അറിയാതെയാണ് 8 വർഷം മുമ്പ് മകളെ വിവാഹം കഴിച്ചു നൽകിയതെന്നാണ് സവാദിന്റെ ഭാര്യ പിതാവ് പറഞ്ഞത്. ഷാജഹാൻ എന്ന കള്ളപ്പേരിലായിരുന്നു കല്യാണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉള്ളാൽ ദർഗയിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടതെന്നാണ് ഭാര്യ പിതാവ് പറഞ്ഞത്. ഷാജഹാൻ എന്നായിരുന്നു പേര്. വിവാഹം കഴിഞ്ഞ് കണ്ണൂരിലെത്തി. വളപട്ടണത്തും ഇരിട്ടി വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തും വാടകയ്ക്ക് കഴിഞ്ഞു. വിവരങ്ങൾ മറച്ചുവെച്ചു. വാടക വീടെടുക്കാൻ നൽകിയത് ഭാര്യയുടെ രേഖകളും വിലാസവുമാണ്. ഗർഭിണിയായി ബേരത്തെത്തിയപ്പോൾ ആശാവർക്കർമാർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ ഒഴിഞ്ഞുമാറി. ഷാജഹാൻ തന്നെയാണോ സവാദ് എന്ന് NIA ഉറപ്പിക്കുന്നത് ഇളയ കുഞ്ഞിന്റെ ജനനരേഖയിൽ നിന്നാണെന്നാണ് വിവരം. മരപ്പണി പഠിച്ചെടുത്തത് കണ്ണൂരിൽ നിന്നാണ്.
വാടക വീടെടുക്കാനും മരപ്പണിക്കും സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരെന്ന് NIA വ്യക്തമായി. 8 വർഷത്തിലധികമായി കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ സവാദ് ഉണ്ടായിരുന്നുവെന്നാണ് തെളിയുന്നത്. വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഇയാളുടെ തിരിച്ചറിയൽ രേഖകളും NIA പരിശോധിക്കുന്നുണ്ട്. സവാദിനെ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് NIA അറസ്റ്റ് ചെയ്തത്. മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്തു വരുന്നതിനിടയിലായിരുന്നു സവാദ് പിടിയിലായത്. NIA ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. നന്ദി.